രേഷ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ക്ലാസ് 6 ഓൺലൈൻ ക്ലാസ് 6 നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചിത്രകഥയാണ്. ഇനി ആ ചിത്രകഥയുടെ പേരെന്താണെന്ന് നോക്കാം. ചിത്രകഥയുടെ പേരാണ് ബാരിഷ് കൈസെ മിലി, മഴ എങ്ങനെ കിട്ടി. ഇനി ഈ ചിത്രകഥയിൽ വരുന്ന കഥാപാത്രങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിത്രമേം കോൻ കോൻ ഹേ. ഏക്ക് ബഗുല ഹേ. ബഗുല എന്ന് വെച്ചാൽ കൊക്ക്. ബന്ദർ ബന്ദർ കുരങ്ങൻ. ഇനി നമുക്ക് ആ ചിത്രകഥ നോക്കാം. ബാരിഷ് കൈസെ മിലി, മഴ എങ്ങനെയാണ് കിട്ടിയത്. ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ് കൊക്കും ബന്ദറും, അതായത് കൊക്കും കുരങ്ങനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭയ്യ ബഹുത്ത് പ്യാസ് ലഗി ഹേ, ക്യാ കരേ. പാനി കഹി നെഹി ഹേ, ചലോ ബാരിഷ് കോ ഡൂണ്ടേ. ബഗുല കൊക്ക് എന്താണ് പറഞ്ഞത്? ഭയ്യ ബഹുത്ത് പ്യാസ് ലഗി ഹേ, ക്യാ കരേ. ഇതാണ് നമ്മുടെ ബഗുല പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥമാണ്, സഹോദര എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എന്താ ചെയ്യുക. അപ്പോൾ ബന്ദർ എന്താണ് പറഞ്ഞത് അതിന് മറുപടിയായിട്ട്? പാനി കഹിൻ നെഹി ഹേ, വെള്ളം എവിടെയുമില്ല. ചലോ ബാരിഷ് കോ ഡൂണ്ടേ, വരൂ നമുക്ക് മഴയുണ്ടോ നോക്കാം, മഴ എവിടെയെങ്കിലും പെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നിക്കലെ പുറപ്പെട്ടു. മഴയെ അന്വേഷിച്ചിട്ട് ആരെല്ലാമാണ് പുറപ്പെട്ടത്? ബന്ദറും ബഗുലിയും അല്ലേ? കൊക്കും കുരങ്ങനും കൊക്കും കൂടിയിട്ട് മഴയെ അന്വേഷിച്ച് പോകുമ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് വേറൊരാളെ കാണും. ആരെയാണ് കാണുന്നത്? വേ ബില്ലി സേ മിലെ, അവർ പൂച്ചയെ കാണും. അവർ പൂച്ചയെ കണ്ടുമുട്ടും. അപ്പോൾ ബന്ദർ പൂച്ചയോട് ചോദിക്കുകയാണ്, മ്യാവൂജി എന്ന് വെച്ചാൽ പൂച്ച മ്യാവ് എന്നല്ല കരയുക. അപ്പോൾ അദ്ദേഹത്തിനെ സംബോധന ചെയ്തിട്ട് വിളിക്കുകയാണ്, മ്യാവൂജി ബാരിഷ് കഹാ മിലേഗി, മഴ എവിടെയാണ് കിട്ടുക. അപ്പോൾ പൂച്ച മറുപടി പറയാണ്, ബില്ലിയാണ് പൂച്ച മറുപടി പറയാണ്, ബാരിഷ് മിലേങ്കി ബാദൽ കെ പാസ്, മഴ ലഭിക്കുന്നത് മേഘത്തിൻ്റെ അടുത്താണ്. മഴ ലഭിക്കുന്നത് എവിടെയാണ്? മേഘത്തിൻ്റെ അടുത്താണ്. പൂച്ച മറുപടി പറയാണ് അവിടെ. ജവാബ് മറുപടി. ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. ചലത്തെ വേ ബക്കരി കെ പാസ് പഹുഞ്ചെ. നടന്ന് അവർ ബക്കരിയുടെ അടുത്തെത്തി. ബക്കരി എന്ന് വെച്ചാൽ ആടിൻ്റെ അടുത്തെത്തി. ആരെല്ലാമാണ്? കുരങ്ങനും കൊക്കും പൂച്ചയും. ഇവർ 3 പേരും നടന്ന് ബക്കരിയുടെ അടുത്തെത്തി. ബക്കരി എന്ന് വെച്ചാൽ ആടിൻ്റെ അടുത്തെത്തി. ബഹൻജി കഹിം ബാദൽ കോ ദേക്കാ ഹേ. ബഹൻജി സഹോദരി എവിടെയെങ്കിലും മേഘത്തിനെ കണ്ടിട്ടുണ്ടോ. അപ്പം നമ്മുടെ ബക്കരി മറുപടി പറയാണ്, ഹാം വഹ്തോ ബൂഡെ ബബുൽ മേ ഫസാഹെ. എനിക്കറിയാം. വഹ്തോ ബൂഡെ അതാ വയസ്സായ വൃദ്ധനായ, ബബുൽ മേ ഫസാഹെ, ബബുൽ എന്ന് വെച്ചൊരു ഔഷധമരാണ്, അതിൽ കുടുങ്ങിക്കിടക്കാണ്. ബബുലിൽ കുടുങ്ങിക്കിടക്കാണ്. ബൂഡ വയസ്സായ, വൃദ്ധനായ, ഫസ്ന പെട്ടുകിടക്കുക, കുടുങ്ങി കിടക്കുക. ഇനി നമുക്ക് അടുത്ത ചിത്രം കാണാം. ആകെ ഉന്നോംനെ ബൈൽക്കോ ദേക്ക. അവർ എല്ലാവരും മുന്നോട്ട് നടന്നപ്പോൾ ഒരു കാളയെ കാണും. ഉന്നോംനെ എന്ന് വെച്ചാൽ അവരെല്ലാവരും ആണ്. ആരൊക്കെയാണ് അവിടെ വരുന്നത്? ബന്ദർ, ബഗുൽ, ബക്കരി, ബില്ലി. 4 പേര്. കുരങ്ങൻ, കൊക്ക്, ആട്, പിന്നെ നമ്മുടെ പൂച്ച. ഇവർ 4 പേരും മുന്നോട്ട് നടന്നപ്പോൾ ഒരു കാളയെ കാണും. ആകെ ഉന്നോംനെ ബൈൽക്കോ ദേക്ക. അപ്പോൾ കുരങ്ങൻ കാളയോട് ചോദിക്കുകയാണ്, ദാദാജി മുത്തച്ഛ, ബൂഡ ബബുൽ കഹാം രഹ്താ ഹേ, വയസ്സായ ആ ഔഷധ മരം എവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കാള മറുപടി പറയാണ്, ഉദർ ബാഡി കെ പാസ്. എവിടെയാണുള്ളത്? അവിടെ ബാഡി കെ പാസ്. ബാഡി കെ പാസ് എന്ന് വെച്ചാൽ, ബാഡി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വൃക്ഷങ്ങളുടെ തോട്ടമാണ്. അപ്പോൾ പറയണ ആ വൃക്ഷങ്ങളുള്ള ആ തോട്ടത്തിൻ്റെ അടുത്ത്. ബാഡി ചെറിയ ഫല വൃക്ഷത്തോട്ടം. ഇനി നമുക്ക് അടുത്തൊരു ചിത്രം കാണാം. അന്തുമേം വേ ബൂഡെ ബബുൽ കെ പാസ് പഹുഞ്ചെ. അവസാനം അവരെല്ലാവരും ആ വയസ്സായ ബബുലിൻ്റെ അടുത്തെത്തും. പാസ് എന്ന് വെച്ചാൽ അടുത്തെത്തും. ബാപ്രെ ബേച്ചാര കാട്ടോമേ ഫസാ ഹുവാ ഹെ. അയ്യോ ആ പാവം
ആ മുള്ളുകൾക്കിടയിൽ പെട്ടുകിടക്കാണ്. ആരാണത് പറഞ്ഞത്? കുരങ്ങൻ. അപ്പോൾ കുരങ്ങൻ പറയാണ്, ബാപ്രേ ബേച്ചാര കാട്ടേമേ ഫസാ ഹുവാ ഹേ. ആ പാവപ്പെട്ട ആ മേഘം, അയ്യോ പാവം, അത് ആ മുള്ളുകൾക്കിടയിൽ പെട്ടുകിടക്കാണ്. അപ്പം എല്ലാവരും കൂടി പറയാണ്, കൊക്കും അതുപോലെ തന്നെ ആടും നമ്മുടെ പൂച്ചയും അങ്ങനെ എല്ലാവരും പറയും, ചലോ ബച്ചായേ, നമുക്ക് രക്ഷിക്കാം. സബ്നെ മിൽക്കർ ബാദൽ കോ ബച്ചായ, എല്ലാവരും കൂടിയിട്ട് ബാദലിനെ രക്ഷിക്കും, മേഘത്തിനെ രക്ഷിക്കും. കോൻ ബോല, കോൻ ബോല എന്ന് വെച്ചാൽ ആര് പറഞ്ഞു. അങ്ങനെയുള്ളൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭയ്യ ബഹുത്ത് പ്യാസ് ലഗി ഹെ, സഹോദര എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ഇതാരാണ് പറഞ്ഞത്? 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബഗുലാന്നും ബന്ദറും. ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം എഴുതണം. ഇതിലാരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ബഗുല. ഉത്തരാണ് ബഗുല. ഇനി അടുത്തത് നോക്കാം. ചലോ ബാരിഷ് കോ ഡൂണ്ടേ, വരൂ നമുക്ക് മഴയെ അന്വേഷിക്കാം. ഇതാരാണ് പറഞ്ഞത്? ബഗുലയാണോ ബന്ദറാണോ? ബന്ദറാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉത്തരാണ് ബന്ദർ. പാനി കഹീ നെഹിം, വെള്ളം എവിടെയുമില്ല. ബഗുലയാണോ ബന്ദറാണോ പറഞ്ഞത്? ബന്ദർ. അപ്പോൾ അതിൻ്റെ ഉത്തരാണ് ബന്ദർ. ബാരിഷ് മിലേഗി ബാദൽ കെ പാസ്, ബാരിഷ് അതായത് മഴ നമുക്ക് ബാദലിൻ്റെ അടുത്താണ് കിട്ടുക, മേഘത്തിൻ്റെ അടുത്താണ് കിട്ടുക. ഇതാരാണ് പറഞ്ഞത്? ബഗുലയാണോ ബില്ലിയാണോ പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരാണ് ബില്ലി. ബാദൽ ബൂഡേ ബബുൽമേം ഫസാഹെ, ഇതാരാണ് പറഞ്ഞത്? മേഘം ആ വയസ്സായ ബബുലിൽ കുടുങ്ങിക്കിടക്കാണ്. ഇതാരാണ് പറഞ്ഞത്? ബില്ലിയാണോ ബക്കരിയാണോ പറഞ്ഞത്? ബക്കരി. അപ്പോൾ അതിൻ്റെ ഉത്തരാണ് ബക്കരി. ബബുൽ ഉദർ ബാഡി കെ പാസ് ഹെ, ബബുൽ അവിടെ ആ ബാഡിയുടെ അടുത്താണ്. ഇതാരാണ് പറഞ്ഞത്? ബക്കരിയാണോ ബൈലാണോ പറഞ്ഞത്? ബൈൽ. അപ്പം അതിൻ്റെ ഉത്തരാണ് ബൈൽ. ബാപ്പരെ ബേച്ചാര കാട്ടോമേ ഫസാ ഹുവാ ഹെ, അയ്യോ ആ പാവം ആ മുള്ളിൻ്റെ ഇടയിൽ പെട്ടുകിടക്കാണ്. ഇതാരാണ് പറഞ്ഞത്? ബക്കരിയാണോ ബന്ദറാണോ പറഞ്ഞത്? ബന്ദർ. ഇതിൻ്റെ ഉത്തരാണ് ബന്ദർ. ചലോ ബച്ചായി, വരൂ രക്ഷിക്കാം. ബന്ദറാണോ ബാക്കി ജാൻവർ എന്ന് വെച്ചാൽ ബാക്കിയുള്ള മൃഗങ്ങളാണോ പറഞ്ഞത്? ബാക്കിയുള്ള മൃഗങ്ങളല്ലേ, അപ്പം ബാക്കി ജാൻവർ. അതിൻ്റെ ഉത്തരാണ് ബാക്കി ജാൻവർ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.